ബഹുമാനപ്പെട്ട മന്ത്രി വരുന്നുണ്ട്. നമസ്കാരം. കാര്യം ചോദിക്കാനുള്ളൂ മന്ത്രിയോട്, രാജനോട് ഒരു മഴ വിലക്കാൻ വല്ല വഴിയുണ്ടോ? ഒരു പ്രശ്നമില്ല, ജയരാജേട്ടുണ്ടല്ലോ ഇവിടെ. മഴയ്ക്ക് നിരോധന ഏർപ്പെടുത്ത വഴിയുണ്ടോ? നമ്മളെല്ലാവരും കൂടി നിൽക്കുകയല്ലേ. വെടിക്കെട്ട് സാമ്പിള് തകർത്തില്ലേ, ഗംഭീരമായി. മാത്രമല്ല ആളുകൾക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തതിന് കേരള സർക്കാരിന്. അല്ല, ഇതൊരു കുഞ്ഞു സാമ്പിളാണ്. ഇത് സാമ്പിളാണ്. ഈ മഴയും സാമ്പിൾ ആക്കണം. മഴയും സാമ്പിളാ. നാളെ പെയ്യാതിരിക്കാൻ സാമ്പിൾ എന്ന് പറഞ്ഞ ഒരു അല്ലാത്തൊരു വെടിക്കെട്ട് സമയവും കൃത്യ ടൈമിംഗ് ആയി, നല്ല സംവിധാനമായി. മാത്രമല്ല കൂട്ടപ്പൊരിച്ചില് ഗംഭീരമായി, LED മാലകളും കുടകളും ഒക്കെ ഒരു ആർഭാടമായി. ഇതൊക്കെ തിരുവമ്പാടിയും പറമ്പും ജയരാജനും നന്നേട്ടനും ഒക്കെ അറിയാവുന്നത് പോലെ എടുത്തു വെച്ചേക്കാണ് സ്വകാര്യങ്ങള്. അത് കുടമാറ്റത്തിലാണെങ്കിലും വെളിപ്പെടുത്താത്ത അറിയപ്പെടാത്ത രഹസ്യങ്ങൾ അഴീക്കോട് മാഷ് പറഞ്ഞ അറിയപ്പെടാത്ത രഹസ്യങ്ങളെ ഭൂമിയുടെ ഗർഭത്തിൽ സൂക്ഷിക്കുകയും ഒരു സുപ്രഭാതത്തിൽ അതിങ്ങനെ ആകാശത്ത് പൊട്ടിവിരിയുകയും ആഹ്ലാദത്തിന്റെ അലമാലകൾ തീർത്തുകൊണ്ട് മനുഷ്യ മനസ്സുകളെ പ്രകമ്പനം കൊള്ളിക്കുകയും ചെയ്യാണ്. അതിനെല്ലാം കാരണം ഈ രാജനാണ്, മന്ത്രിയാണ്. മന്ത്രിക്ക് അതെ മന്ത്രിക്ക് രാജൻ എന്ന പേര് എവിടെയെങ്കിലും ഉണ്ടോ? ഈ യഥാർത്ഥത്തിൽ ഈ പൂരത്തിന്റെ ഇത്ര വലിയ ആഘോഷങ്ങൾക്കിടയിലുള്ള ചില സംഭവങ്ങൾ ഇതാണ്. വർഷങ്ങളിൽ ഒരിക്കൽ കണ്ടുമുട്ടുന്ന സൗഹൃദം, ഞങ്ങളെല്ലാ കാലത്തും കാണുന്നതാണ്. വർഷത്തിലൊരിക്കൽ കണ്ടുമുട്ടുന്ന സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഈ പൂരത്തിന് ഓരോരുത്തർക്കും പ്രത്യേകതയുണ്ട്. തത്തെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്ന ചേച്ചി മുതൽ മേളപ്രമാണിക്കും കാഴ്ചക്കാരനും വരെ ചില പ്രത്യേകതകളുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ പറയും, ഈ ഞങ്ങൾ 89-ാം ബാച്ച്, എൻ്റെ അല്ല 89-ാം ബാച്ച്, ഈ ആലിൻ്റെ താഴെയാണ് ഞങ്ങൾ കാണാറുള്ളത്. അത് 10-20-നാണ്. ഇവിടെ ഇപ്പോൾ ഓരോ ദേവിമാരും ദേവന്മാരും വരാനുള്ള സമയക്രമം പോലെ കണ്ടുമുട്ടാനുള്ള സൗഹൃദങ്ങളുടെ ദീർഘമായിട്ടുള്ള സമയക്രമങ്ങൾ പോലും എങ്ങനെയാണ് ഈ മൈതാനം ഇത്രയധികം ആളുകൾ ഉൾക്കൊള്ളുന്നത് എന്ന് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. അഷ്മി, 14 ലക്ഷം പേരാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഇത്തവണ നമ്മൾ 18 ലക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. 18 ലക്ഷം പേര് വന്നാലും ഒരു പ്രയാസവും ഇല്ലാതെ ഉൾക്കൊള്ളാൻ ഇപ്പൊ ഈ മൈതാനത്തുണ്ടല്ലോ. നാളെ വൈകുന്നേരം 5 മണി മുതൽ ഒരു 5 മണി മുതൽ ഒരു കയറ്, 3 മണി മുതൽ ഒരു കയറ് മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു വടം ഇങ്ങനെ പിടിച്ചു നിൽക്കും പോലീസുകാരും ജനങ്ങളും തമ്മിലുള്ള അങ്ങോട്ട് തള്ളല് ഇങ്ങോട്ട് തള്ളല് കണ്ടാൽ ആളുകൾ വിചാരിക്കും ഇപ്പൊ ഇവിടെ ഒരു അടി പൊട്ടും. ഒരു അടിയും പൊട്ടില്ല. അത് പോലീസുകാർ അങ്ങോട്ടും ജനങ്ങൾ ഇങ്ങോട്ടും. ഇതങ്ങ് കഴിഞ്ഞ് പാറമേക്കാവ് ഭഗവതി നേരെ ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞിറങ്ങി വന്ന് ശക്തൻ തമ്പുരാനെ വണങ്ങാൻ അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ വടം അങ്ങ് കാണാതാവും. അപ്പൊ ഇത്രയധികം ആളുകൾ ഈ വടത്തിന്റെ പുറകിലുണ്ടോ എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തും വിധം അവർ കൂടിച്ചേരും. വണങ്ങാൻ പോകുന്നത് പാറമേക്കാവ് വണങ്ങാൻ പോകുന്നത് പഴയന്നൂർ ഭഗവതിയെ വണങ്ങാൻ പോകുന്നതാണ് കേട്ടോ അതിന്റെ ഐതിഹ്യം. എന്താ വെച്ചാൽ അവിടെ പഴയന്നൂർ ആ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. അത് ശക്തൻ തമ്പുരാന്റെ ഒരു ഭരദേവതയായിരുന്നു, കൊച്ചി രാജാവിന്റെ ഭരദേവത. അതുകൊണ്ടാണ് ആ 7 ആനകൾ അവിടെ പോയി വരുന്നത് എന്നൊരു ഐതിഹ്യം. അല്ല ഇതിൽ ഓരോന്നിനും ഈ നാളെ ഞങ്ങളുടെ ദേശത്ത് നിന്ന് കണിമംഗല ശാസ്ത്രമാണ് ആദ്യം ഇങ്ങോട്ട് വരിക. എന്റെ ചേട്ടൻ കണിമംഗലത്തിന്റെ കണിമംഗല ശാസ്ത്രമാണ്. ദേവഗുരുവായതുകൊണ്ട് വെയിലും മഴയും കൊള്ളുന്നതിന് മുമ്പ് തെക്കേ ഗോപുര നടയിലൂടെ കയറി തിരിഞ്ഞ് ഇങ്ങനെ ഓരോന്നിനും കൊട്ടുന്ന പാണ്ടിക്ക്, പഞ്ചാരിക്ക്, നടപ്പാണ്ടിക്ക്, ചെമ്പടയ്ക്ക്, കുട്ടിനും എല്ലാത്തിനും കൃത്യമായ ഐതിഹ്യത്തോടെ ഇത്ര മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു സിംഫണി ലോകത്ത് എവിടെയും ഉണ്ടാകും. 228ാമത്തെ പൂരാണ് പുതിയതായി ഡിസൈൻ ചെയ്തതിന്റെ 228ാമത്തെ പൂരാണ്. അപ്പൊ അതിന് മുമ്പ് പൂരം ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ ഈ രീതിയിൽ അന്ന് ഡിസൈൻ ചെയ്ത് എന്തായിരിക്കും അതിന്റെ ഒരു തലച്ചോറ്. ഇത്തവണ വേറൊരു കാര്യം കൂടി ഉണ്ട് കാശ്മീർ, നിങ്ങൾ നേരത്തെ ചോദിക്കും പോകുന്നുള്ളതുകൊണ്ട് ഞാൻ പോണതിന് മുമ്പ് പറഞ്ഞു പോവാണ്. ഇത്തവണ കൊട്ടിന് മാത്രമല്ല പ്രമാണിമാര്, നമ്മള് വളരെ ശ്രദ്ധയോടുകൂടി ആളുകളെ നിയന്ത്രിക്കുന്ന പോലീസിന്റെയും പ്രമാണിമാരെയാണ് ഇറക്കിയിട്ടുള്ളത്. പൂരം കണ്ടു. ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ള ഒരു പൂരപ്രേമികൾക്ക് പറയാനുള്ളത്, ഒരു നിലയ്ക്കും ഒരു കശപശി ഉണ്ടാക്കാതെ ഇന്നലെ ഭംഗിയാക്കിയിട്ട് പൂരം നടത്തണം. സാധാരണ നിലയ്ക്ക് അല്ല, കഴിഞ്ഞ കൊല്ലം പൂരം ചെറിയ പ്രശ്നം ഉണ്ടായിപ്പോ പിറ്റേ ദിവസം രാവിലെ ഞാൻ എയർപോർട്ടിലേക്ക് പോയിട്ട് ഞാൻ ഒരു പെട്രോൾ ബങ്കിൽ പെട്രോൾ അടിക്കാൻ നിർത്തിയപ്പോ ആ പെട്രോൾ അടിക്കുന്ന ആളെന്നോട് ചോദിക്കുക, പൂരം അലമ്പാക്കിയില്ലേ? അപ്പൊ അത് ഇത്തവണ ബഹുമാനപ്പെട്ട മന്ത്രി അതിനുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളുടെയും എലമെന്റ് ഇല്ലാത്ത വിധം വളരെ ശ്രദ്ധിച്ച്
നേരത്തെ പരിചയമുള്ള നല്ല പ്രാഗൽഭ്യമുള്ള അതിൻ്റെയൊക്കെ ഗുണം ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ടിൽ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയി എല്ലാ മിനിറ്റിലും ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, ഒരു വഴിക്കും പോകുന്നില്ല. സംഘടന എല്ലാവരും അഭിവാദ്യങ്ങൾ. താങ്ക് യു താങ്ക് യു ചേട്ടാ. രണ്ടാൾക്കും താങ്ക് യു.